ഹായ് മക്കളെ, അസ്ത്ര ഗുരുകുലത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 9ാം ക്ലാസ് ഫിസിക്സിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പാഠത്തിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വേഗം നമുക്ക് പാഠത്തിലേക്ക് പോയാലോ. അപ്പോൾ പാർട്ട് 1 നമ്മൾ എന്താണ് റിഫ്രാക്ഷൻ എന്നാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when a ray of light enters obliquely from one medium to another of different optical densities undergoes a deviation at the surface of separation of mediums. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശത്തിൻ്റെ പാതയ്ക്ക് ഒരു ചെരിവ് അല്ലെങ്കിൽ ഒരു വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം എന്ന് പേരിട്ട് വിളിക്കുന്നു. അപ്പോൾ റിഫ്രാക്ഷൻ ഏറ്റവും മെയിനായിട്ട് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ റിഫ്രാക്ഷനെ സ്വാധീനിക്കുന്ന ഘടകം എന്ന് പറയുന്നത് എന്താണ്? പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയാണ്, അല്ലേ? അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രകാശിക സാന്ദ്രതയാകട്ടെ അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് ഒരു മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നോക്കാം, എന്താണ് അപവർത്തനാങ്കം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം. അതായത് ഒരു മാധ്യമത്തിൻ്റെ പ്രകാശിക വേഗതയെ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് നോക്കുക, വായിച്ചു നോക്കുക. സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. അതായത് പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാതത്തെ നമ്മൾ എന്തു പറയുന്നു? ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കമെന്ന് പറയുന്നു. ഓക്കെ, അതായത് ഒരു ശൂന്യത, ഒന്നുമില്ലാത്ത അവസ്ഥ, വായുവോ ഒന്നുമില്ലാത്ത അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാക്വം അല്ലെങ്കിൽ ശൂന്യത എന്ന് പറയുന്നത്. ആ ശൂന്യതയിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗതയെ ഒരു മാധ്യമത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന, ഒരു മീഡിയത്തിലൂടെ ലൈറ്റ് സഞ്ചരിക്കുന്ന വേഗതയുമായിട്ട് എന്ത് ചെയ്യുക? രണ്ടും തമ്മിലുള്ള റേഷ്യോ എടുക്കുക, അനുപാതം എടുക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ സ്മോൾ ലെറ്റർ n, ചെറിയ അക്ഷരം n ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ദെൻ ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗത്തെ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വത്തെ നമ്മൾ C എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി മാധ്യമത്തിലൂടെ, ഒരു മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡിനെ, പ്രകാശവേഗത്തെ നമ്മൾ V എന്നുള്ള ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n ഈക്വൽ ടു അപവർത്തനാങ്കം n സമം C/V എന്ന് വരും. ഓക്കെ, C/V, അതായത് ശൂന്യതയിലുള്ള പ്രകാശവേഗം ബൈ മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം, അതായത് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം. ഇതിൽ ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം അല്ലെങ്കിൽ നമ്മൾ വാക്വത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പറാണ്, അതായത് ഒരു നിശ്ചിത സംഖ്യയാണ്. ആ സംഖ്യ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡാണ്. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എങ്കിലൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെൻറ്റ് മീഡിയംസ് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ഓരോ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം തന്നിട്ടുണ്ട്. ഓരോ മാധ്യമത്തിൻ്റെയും അപവർത്തനാങ്കം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാം, അതായത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടെത്തിയിട്ട്. അപ്പോൾ നോക്കാം, കൊടുത്തിട്ടുണ്ട് താഴെ. ഒന്നാമത്തേത് എയർ, വായുവിലൂടെയുള്ള പ്രകാശവേഗം എന്ന് പറയുന്നത് 3 × 10⁸ ആണ്. അപ്പോൾ അപവർത്തനാങ്കം എന്ന് പറയുന്നത് എത്രയാണ് വന്നിരിക്കുന്നത്? 1 ആണ് എന്ന് കിട്ടി. കാരണം എന്താണ്? C എന്ന് പറയുന്നത്, അതായത് വാക്വത്തിലൂടെ, ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗവും 3 × 10⁸ ആണ്. V അതായത് എന്താണ്? മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം അല്ലെങ്കിൽ മീഡിയത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡും എത്രയാണ്? സെയിം നമ്പർ തന്നെയാണ്. അതിനെ ഒരേ നമ്പറിനെ ഒരേ സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹരിക്കുന്ന സമയത്ത് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ഇനി രണ്ടാമത്തേത് ഗ്ലാസ്സിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 2 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അപ്പോൾ നമ്മൾ അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? 3 × 10⁸ 2 × 10⁸ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1.5 കിട്ടി. ഓക്കെ,
ഇനി മൂന്നാമതായിട്ട് തന്നിരിക്കുന്നത് വാട്ടറിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡാണ്. വാട്ടറിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ് എത്രയാണ് തന്നിട്ടുള്ളത്? 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. അവിടെയും നമ്മൾ 3 × 10⁸, അതായത് 3 × 10⁸ 2.25 × 10⁸ കൊണ്ട് എന്ത് ചെയ്യാണ്? ഹരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1.333 എന്ന് പറയുന്ന സംഖ്യയാണ്. കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് 1.33 എന്നെഴുതി നിർത്താം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് The refractive index of diamond is 2.4. What is the speed of light that passes through it? അതായത് വജ്രത്തിൻ്റെ അപവർത്തനാങ്കം 2.4 ആണ്. വജ്രത്തിൽ കൂടിയുള്ള പ്രകാശവേഗം കണ്ടെത്തുക. അപ്പോൾ നമുക്കറിയാം അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാനുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം എന്ന് പറയുന്നത് n = c/v ആണ്, അല്ലേ? ഇപ്പോൾ ഇവിടെ നമുക്ക് അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഡയമണ്ട്, വജ്രത്തിൻ്റെ അപവർത്തനാങ്കം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്? 2.4. അതായത് n നമ്മൾക്ക് എന്താണ് എന്ന് കൊടുക്കാം? 2.4 ആണ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം സി, അതായത് വാക്വത്തിലൂടെയുള്ള ലൈറ്റിൻ്റെ സ്പീഡ്, അതായത് ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പറാണ് അല്ലെങ്കിൽ ഒരു നിശ്ചിത സംഖ്യയാണ്. അതും നമ്മൾക്കറിയാം. എത്രയാണ്? 3 × 10⁸. 3 × 10⁸ ആണ് സി എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? വജ്രത്തിലൂടെയുള്ള പ്രകാശവേഗം, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്ററാണ് വി. ഓക്കെ, അപ്പോൾ n = c/v എന്നുള്ള സമവാക്യത്തിൽ നിന്ന് നമുക്ക് v കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? c/n ചെയ്താൽ മതി. v കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? c/n. അപ്പോൾ c എന്ന് പറയുന്നത് 3 × 10⁸. അതേപോലെ n എന്ന് പറയുന്നത് 2.4 ഓക്കെ, അപ്പോൾ 3 × 10⁸ 2.4 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്നത് എത്രയാണ്? 1.25 അല്ലേ? 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലേ? അപ്പോൾ നമ്മൾ ഈ ചെയ്തതിൽ നിന്ന് നമ്മളോട് ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ടുണ്ട്. ഹൗ ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് റിലേറ്റഡ് ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? പ്രകാശവേഗം അപവർത്തനാങ്കവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അതിൻ്റെ ആൻസർ, ഇതിൻ്റെ ഉത്തരവും അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. വായിക്കാം. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. അതായത് അപവർത്തനാങ്കം കൂടുതലാണെങ്കിൽ അവിടെ എന്താണ്? ലൈറ്റിൻ്റെ സ്പീഡ് എന്തായിരിക്കും? കുറവായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് എന്താവുന്നു? കുറയുന്നു. ഇനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും, അതായത് പ്രകാശിക സാന്ദ്രതയും അപവർത്തനാങ്കവും തമ്മിൽ എന്തായിരിക്കും ബന്ധം? എങ്ങനെയാണ്? നമുക്ക് നോക്കിയാൽ അറിയാം, അല്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടുന്ന സമയത്ത് ലൈറ്റിൻ്റെ സ്പീഡ്, പ്രകാശിക വേഗം കുറഞ്ഞു വരികയാണ്, പ്രകാശത്തിൻ്റെ വേഗത കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് കുറഞ്ഞു വരുന്നു. അപവർത്തനാങ്കം കൂടുന്നതിനനുസരിച്ച് പ്രകാശവേഗം കൂടുന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടീഷനും കൂടി കിട്ടുകയാണ്. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും. അതായത് അപവർത്തനാങ്കം കൂടുന്ന സമയത്ത് പ്രകാശിക സാന്ദ്രത കൂടുതലായിരിക്കും. അതേപോലെ പ്രകാശവേഗം എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഒന്നുകൂടി പറയാം. എങ്ങനെയാണ്? അപവർത്തനാങ്കം അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുന്ന സമയത്ത് ലൈറ്റിൻ്റെ സ്പീഡ് എന്ത് സംഭവിക്കുന്നു? കുറയുന്നു, അല്ലെങ്കിൽ പ്രകാശിക വേഗത കുറയുന്നു. അപവർത്തനാങ്കം കൂടുമ്പോൾ പ്രകാശവേഗം കുറയുന്നു. ഓക്കെ, അപ്പോൾ പ്രകാശവേഗം കുറയുമ്പോൾ അവിടെ എന്ത് കൂടുതലാണ്? പ്രകാശിക സാന്ദ്രത കൂടുതലാണ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള റിലേഷൻ, അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, സ്പീഡ് ഓഫ് ലൈറ്റ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അപവർത്തനാങ്കം, പ്രകാശവേഗം, പ്രകാശിക സാന്ദ്രത. ഓക്കെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആൻഡ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രതയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒരേപോലെയാണ്. അതായത്
റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താവുന്നു, കൂടുന്നു. പ്രകാശിക സാന്ദ്രത കൂടുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അപവർത്തനാങ്കവും കൂടുന്നു. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരേപോലെയാണ് മാറ്റം വരുന്നത്. ഇനി ഇത് രണ്ടിനും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഏതിന് മാറ്റം വരുന്നത്, ലൈറ്റിൻ്റെ സ്പീഡിന് അല്ലെങ്കിൽ പ്രകാശവേഗത്തിന് മാറ്റം വരുന്നത്. അതായത് അപവർത്തനാങ്കം കൂടുമ്പോൾ എന്ത് കൂടുന്നു, പ്രകാശിക സാന്ദ്രത കൂടുന്നു, പ്രകാശിക വേഗം കുറയുന്നു. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഒരു ഫിഗർ കാണാം. ഓക്കെ, അതിൻ്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈസ് ദ ഡീവിയേഷൻ ഓഫ് ലൈറ്റ് ദ സെയിം വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഫ്രം എയർ ടു വാട്ടർ ആൻഡ് ഫ്രം വാട്ടർ ടു എയർ വെൻ ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് സെയിം? അതായത് ചിത്രത്തിൽ തന്നിരിക്കുന്നത് വായുവിൽ നിന്ന് ജലത്തിലേക്കും ജലത്തിൽ നിന്ന് വായുവിലേക്കും ഒരേ പതനകോണിൽ പ്രകാശരശ്മി പ്രവേശിക്കുന്ന സമയത്ത് അതിനുണ്ടാകുന്ന ദിശാവ്യതിയാനം ഒരുപോലെ ആയിരിക്കുമോ? ആ ചിത്രങ്ങൾ നിരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് അതിന് താഴെയുള്ള കോളം നമ്മൾക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്യാം. അതിന് താഴെയുള്ള ടേബിൾ പട്ടിക പൂർത്തീകരിക്കാം. ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് ഇമേജസ് അല്ലെ, രണ്ട് ചിത്രങ്ങൾ. എങ്ങനെയാണ്? ഒന്നാമത്തേത് എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഒരു ലൈറ്റ് പ്രവേശിക്കുന്നത്. അതേപോലെ രണ്ടാമത്തെ ഫിഗറിൽ എന്താണ്, വാട്ടറിൽ നിന്ന് എയറിലേക്ക്. അതായത് ഒന്നാമത്തെ ചിത്രം വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നതാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ ജലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം പ്രവേശിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, രണ്ട് ഫിഗർ അതിൻ്റെ ടേബിൾ പൂരിപ്പിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേതായിട്ട് ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. എന്താണ് ഇൻസിഡൻറ്റ് റേ എന്ന് പറഞ്ഞാൽ? ദ റേ ഫോളിങ് ഓൺ ദി സർഫേസ് ഓഫ് സെപ്പറേഷൻ ഓഫ് 2 മീഡിയം ഈസ് ഇൻസിഡൻറ്റ് റേ. അതായത് 2 മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക് വന്നു പതിക്കുന്ന പ്രകാശരശ്മിയെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുന്നു? പതനരശ്മി എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ദ റേ വിച്ച് അണ്ടർഗോസ് റിഫ്രാക്ഷൻ ഈസ് കോൾഡ് റിഫ്രാക്റ്റഡ് റേ. അതായത് അപവർത്തനത്തിന് ശേഷം അല്ലെങ്കിൽ അപവർത്തനത്തിന് വിധേയമായ ശേഷം പോകുന്ന രശ്മിയെ നമ്മൾ പറയുന്ന പേരാണെന്ത്? അപവർത്തന രശ്മി അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, ഒന്നാമത്തേത് ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. അതായത് എന്താണ്, മാധ്യമങ്ങളുടെ വിഭജന തലത്തിലേക്ക്, അതായത് 2 മീഡിയംസിൻ്റെ സെപ്പറേഷൻ, അതായത് സർഫേസ് ഓഫ് സെപ്പറേഷനിലേക്ക് പതിക്കുന്ന ലൈറ്റിന് അല്ലെങ്കിൽ രശ്മിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എന്താണ്, ആഫ്റ്റർ റിഫ്രാക്ഷൻ, അതായത് അപവർത്തനത്തിന് ശേഷം കടന്നു പോകുന്ന രശ്മി, അതായത് സർഫേസ് ഓഫ് സെപ്പറേഷനിൽ നിന്ന് അല്ലെങ്കിൽ എന്താണ് വിഭജന തലത്തിൽ നിന്ന് കടന്നു പോകുന്ന രശ്മിയെ നമ്മൾ പറയുന്ന പേരാണെന്ത്? റിഫ്രാക്റ്റഡ് റേ അല്ലെങ്കിൽ അപവർത്തന രശ്മി. ഓക്കെ, ഇനി ഈ 2 മീഡിയംസിന്, 2 മാധ്യമങ്ങൾക്ക് ഇടയിൽ അല്ലെങ്കിൽ 2 മാധ്യമങ്ങൾക്കും ലംബമായിട്ട് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ വരച്ചിരിക്കുന്ന ആ വരയെ അല്ലെങ്കിൽ ആ ലൈനിനെ, ഇവിടെ എൻ ബാർ എന്ന് കൊടുത്തിരിക്കുന്ന ആ ലൈനിനെ പറയുന്ന അല്ലെങ്കിൽ ആ വരയെ പറയുന്ന പേരാണ് നോർമൽ അല്ലെങ്കിൽ ലംബം. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് ടേബിള് നോക്കാം. നോക്കിക്കുക മക്കളെ, നമുക്ക് 2 ചിത്രങ്ങൾ കാണാം. ഒന്നാമത്തേത് ആ ഫിഗറും അതോടൊപ്പം അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യേണ്ട ടേബിളും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കുക, ഒന്നാമത്തെ ഫിഗറിലെ ഇൻസിഡൻറ്റ് റേ, അതായത് പതനരശ്മി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. AB എന്നുള്ളതാണ് ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിൽ PQ എന്നുള്ളതാണ് ഇൻസിഡൻറ്റ് റേ അല്ലെങ്കിൽ പതനരശ്മി. ഓക്കെ, ഇനി റിഫ്രാക്റ്റഡ് റേ, അപവർത്തന രശ്മി. ഓക്കെ, അപവർത്തന രശ്മി ഒന്നാമത്തേതിൽ ഏതാണ്? BC എന്നുള്ളതാണ് അപവർത്തന രശ്മി. ഓക്കെ, റിഫ്രാക്റ്റഡ് റേ. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിൽ QR എന്നുള്ളതാണ് അപവർത്തന രശ്മി. അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പതന കോൺ എന്ന് പറയുന്നത്. അതായത് ഇൻസിഡൻറ്റ് റേയും നോർമലും തമ്മിൽ, അതായത് ലംബവും പതന കോണും തമ്മിൽ ഉണ്ടാക്കുന്ന കോണിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പതനരശ്മിയും തമ്മിലുള്ള കോണിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ ABN എന്നുള്ളതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. രണ്ടാമത്തേതിൽ PQN ബാർ എന്നുള്ളതാണ് ഏത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അല്ലെങ്കിൽ പതന കോൺ എന്ന് പറയുന്നത്. ഇനി അടുത്തതായി ചോദിച്ചിരിക്കുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷനാണ്, അപവർത്തന കോൺ. ഓക്കെ, അപവർത്തനം നടന്ന ശേഷം നോർമലുമായിട്ടുണ്ടാകുന്ന ആംഗിൾ. ഓക്കെ, റിഫ്രാക്ഷൻ നടന്ന ശേഷം നോർമലുമായിട്ടുണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തന കോൺ എന്ന് പറയുന്നത്.
ഓക്കെ, ഒന്നാമത്തെ ഫിഗറിൽ അപവർത്തന കോൺ എന്ന് പറയുന്നത് ഏതാണ്? CBN എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ ചിത്രത്തിൽ RQN എന്നുള്ളതാണ് അപവർത്തന കോൺ. ലാസ്റ്റത്തെ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട്. ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ കുറവോ കൂടുതലോ. ഓക്കെ, പതന കോണിനേക്കാളും അപവർത്തന കോൺ കൂടുതലോ കുറവോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ പതന കോൺ എന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്, 30 ഡിഗ്രിയാണ് നമുക്ക് തന്നിട്ടുണ്ട് അതവിടെ. ഓക്കെ, ഇനി റിഫ്രാക്റ്റഡ് ആംഗിൾ അല്ലെങ്കിൽ അപവർത്തന കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രിനേക്കാളും കുറവാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്കിയാൽ തന്നെ മനസ്സിലാവും 30 ഡിഗ്രിനേക്കാളും കുറവാണ് ഏത്? റിഫ്രാക്റ്റഡ് ആംഗിൾ അല്ലെങ്കിൽ അപവർത്തന കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലെസ് ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് പതന കോണിനേക്കാളും കുറവാണ് എന്ത്? അപവർത്തന കോൺ എന്ന് പറയുന്നത്, അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫിഗറിൽ. ഓക്കെ, രണ്ടാമത്തെ ഫിഗർ നോക്കിക്കേ. രണ്ടാമത്തെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, അതായത് പതന കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രി തന്നെയാണ്. ഓക്കെ, അപവർത്തന കോണിന് എന്താണ് പ്രത്യേകത? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്താണ് പ്രത്യേകത? അത് 30 ഡിഗ്രിനേക്കാളും കൂടുതലാണ് എന്ന് നമുക്ക് ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നമുക്കവിടെ എന്തെഴുതാം? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അതായത് പതന കോണിനേക്കാളും അപവർത്തന കോൺ എന്താണ്? കൂടുതലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് ക്ലിയർ ആവുന്നു. ഇനി ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ ഡസ് ദി ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം എയർ ടു വാട്ടർ? അതായത് വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ദിശയിൽ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അതിൻ്റെ താഴെ എക്സാമ്പിൾ എന്താണ് അതിൽ സംഭവിക്കുന്നത്? ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ, ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ. അതായത് ലംബത്തിലേക്ക് അടുത്തു വരുന്നു അല്ലെങ്കിൽ ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് തന്നിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്? എയറിൽ നിന്ന് വാട്ടറിലേക്ക് സഞ്ചരിക്കുമ്പോൾ, അതായത് വായുവിൽ നിന്ന് ജലത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ പ്രകാശരശ്മി നോർമലിന്, ലംബത്തിലേക്ക് അടുത്തു വരുന്നതായിട്ടാണ് കാണുന്നത്. ഡീവിയേറ്റ്സ് ടുവാർഡ്സ് ദി നോർമൽ, ലംബത്തിലേക്ക് അടുത്തു വരുന്നതായി നമ്മൾക്ക് അനുഭവപ്പെടുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഡസ് ദി ഡയറക്ഷൻ ഓഫ് ലൈറ്റ് ചേഞ്ച് വെൻ എ റേ ഓഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വാട്ടർ ടു എയർ? ജലത്തിൽ നിന്ന് വായുവിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന് ഏത് തരം വ്യതിയാനമാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? നോർമലിൽ നിന്ന് അകന്നു പോകുന്നത് പോലെ, അല്ലെങ്കിൽ ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നത് പോലെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. ഇറ്റ് ഡീവിയേറ്റ്സ് എവേ ഫ്രം ദി നോർമൽ. ഓക്കെ, ഈ കാര്യങ്ങൾ നമ്മൾക്ക് ആ ഫിഗറിൽ നിന്ന് കിട്ടുന്നതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ എല്ലാവർക്കും? അടുത്ത ചിത്രം നോക്കുക. ഒബ്സർവ് ദ ഫിഗേഴ്സ് ദാറ്റ് ഷോ ലൈറ്റ് പാസിംഗ് ത്രൂ ഡിഫറെൻറ്റ് പെയേഴ്സ് ഓഫ് മീഡിയംസ്. കുറേ താഴെ നമുക്ക് ചിത്രത്തിൽ ഒരുപാട് മീഡിയംസിലൂടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് തന്നിട്ടുണ്ട്. അതിനുശേഷം അതിന് താഴെ, അതായത് അതിന് ശേഷമായി കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, which are the figures in which ray of light enters obliquely from an optically denser medium to rarer medium? ഓക്കെ, പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു പതിക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? അതിൽ ബി എന്നുള്ള ഫിഗർ ഗ്ലാസ്സിൽ നിന്ന് വാട്ടറിലേക്കാണ് ലൈറ്റ് പോകുന്നത്. അതായത് ഗ്ലാസ്സിൽ നിന്ന് ജലത്തിലേക്കാണ് പ്രകാശം പതിക്കുന്നത്. ഗ്ലാസ്സിന് സാന്ദ്രത കൂടുതൽ, ഡെൻസിറ്റി കൂടുതലും, ജലത്തിന് സാന്ദ്രത കുറവാണ്. അപ്പോൾ ഒന്നാമത്തേത് എന്ന് പറയുന്നത് ബി എന്നുള്ള ഫിഗറാണ്, ബി എന്നുള്ള ചിത്രമാണ്. രണ്ടാമതായിട്ട് ഗ്ലാസ്സിൽ നിന്ന് വായുവിലേക്ക് പോകുന്ന ഡി എന്ന് പറയുന്ന ഫിഗറാണ്, ഡി എന്നുള്ള ഫിഗർ. ഓക്കെ, അതായത് ഇവിടെ എന്താണ്? ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. ആ ഒരു ഫിഗറും ഇതേ കണ്ടീഷൻ, ഇതേ റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അടുത്ത ചോദ്യം നോക്കുക. ഇൻ ദിസ് കേസ് ടു വിച്ച് ഡയറക്ഷൻ ഡസ് ദി റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്? ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു രണ്ട് ചിത്രത്തിൽ ഏത് ദിശയിലേക്കാണ് അപവർത്തന രശ്മി വ്യതിയാനം സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അപവർത്തന രശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നത്
ഏത് ദിശയിലേക്കാണ്? സാന്ദ്രത കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് സഞ്ചരിക്കുമ്പോൾ അപവർത്തന രശ്മി ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത് അല്ലേ? ലംബത്തിൽ നിന്ന് നോർമലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എവേ ഫ്രം നോർമലായിട്ടാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ ടുവേർഡ്സ് നോർമൽ, അതായത് ലംബത്തിലേക്ക് അടുക്കുന്നു. എവേ ഫ്രം നോർമൽ, ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഏത് ദിശയിലാണ് അനുഭവപ്പെടുന്നത്? എവേ ഫ്രം നോർമലാണ്, ലംബത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ ഫിഗർ ഇൻ വിച്ച് ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ്സ് ടുവേർഡ്സ് ദി നോർമൽ. ചിത്രങ്ങളിലെ നോർമലിലേക്ക്, ലംബത്തിലേക്ക് അടുത്തു വരുന്ന, അപവർത്തനത്തിന് ശേഷം ലംബത്തിലേക്ക് അടുത്തു വരുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ലംബത്തിലേക്ക് അടുത്തു വരുന്ന ചിത്രങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് എ എന്നുള്ള ഫിഗറിലും അതേപോലെ എഫ് എന്നുള്ള ഫിഗറിലും എന്താണ് സാന്ദ്രത കുറഞ്ഞ മീഡിയത്തിൽ, ഡെൻസിറ്റി കുറഞ്ഞ മീഡിയത്തിൽ നിന്ന് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്കാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്ക് ഒന്നാമത്തെ ഫിഗർ, അതേപോലെ എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് രണ്ടാമത്തെ ഫിഗർ. അപ്പോൾ ഈ രണ്ട് ഫിഗറിലും എന്താ സംഭവിക്കുന്നത്? നോർമലിലേക്ക് അടുത്ത് വരുന്ന പോലെ, അതായത് ലംബത്തിലേക്ക് അടുത്ത് വരുന്ന പോലെയാണ് പ്രകാശത്തിൻ്റെ അപവർത്തനത്തിന് ശേഷം സംഭവിക്കുന്നത്. In which situation will a ray of light deviate towards the normal as it passes from one medium to another? ചോദിച്ചിരിക്കുന്നത് ഏത് സിറ്റുവേഷൻ, ഏത് അവസ്ഥയിലാണ് ഒരു പ്രകാശരശ്മി അപവർത്തനത്തിന് ശേഷം, അതായത് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ നോർമലിലേക്ക്, ലംബത്തിലേക്ക് അടുത്തു വരുന്നതായിട്ട് അനുഭവപ്പെടുന്നത്. നമുക്ക് ഈ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒന്ന് എയറിൽ നിന്ന് വാട്ടറിലേക്ക്, വായുവിൽ നിന്ന് ജലത്തിലേക്കും, രണ്ടാമത്തേത് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കും, അതായത് വായുവിൽ നിന്ന് ഗ്ലാസ്സിലേക്കുമാണ് പ്രകാശം സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എയർ എന്ന് പറയുന്നത് എന്താണ്? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്, അതായത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമവും. രണ്ടാമത് ഗ്ലാസ് അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് എയറിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മാധ്യമവുമാണ്. ഓക്കെ, പ്രകാശിക സാന്ദ്രത കൂടിയ മീഡിയമാണ്. അപ്പോൾ നമുക്കറിയാം എന്താണ് ആ താഴെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എടുത്തെഴുതാം. എന്താണ്? ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോഴാണ് ലംബത്തിലേക്ക് അടുത്തു വരുന്നതായി അനുഭവപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഈസ് നോ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ ഫിഗേഴ്സ് 1.8 C ആൻഡ് 1.8 E. വാട്ട് മേ ബി ദ റീസൺ? അതായത് 1.8 C എന്നുള്ള ചിത്രത്തിലും 1.8 E എന്നുള്ള ചിത്രത്തിലും അപവർത്തനം നടക്കുന്നില്ല. എന്തായിരിക്കാം കാരണം? അത് നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. രണ്ട് മാധ്യമങ്ങൾക്കിടയിൽ പ്രകാശം ലംബമായിട്ട്, അതായത് മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ സർഫേസ് ഓഫ് സെപ്പറേഷന് പെർപെൻഡിക്കുലറായിട്ടാണ്, ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ലൈറ്റ് ഒരു ഡീവിയേഷനും ഇല്ലാതെ, ലൈറ്റിന് ഒരു വ്യതിയാനവും ഇല്ലാതെ അതിനകത്തു കൂടി കടന്നു പോകുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് റീസൺ? കുത്തനെ പെർപെൻഡിക്കുലറായിട്ട്, ലംബമായിട്ട് പതിക്കുന്ന സമയത്ത് പ്രകാശരശ്മിക്ക് ഒരു തരത്തിലുള്ള വ്യതിയാനവും സംഭവിക്കുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കുട്ടികൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഞങ്ങളെ അറിയിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഓക്കെ, താങ്ക് യു.